നമ്മൾ ചൈൽഡ് എന്താന്ന് നോക്കി, അതേപോലെ തന്നെ റൈറ്റ്സ് എന്താന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആണ്. എന്താണ് ചൈൽഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. Child rights recognize children's specific needs for survival, development, protection and participation in society. അപ്പൊ എന്താണ് ഇത് മെയിൻ ആയിട്ട് കുട്ടികളുടെ സർവൈവലിനും അതേപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്കും അവരുടെ സംരക്ഷണത്തിനും അതേപോലെ തന്നെ അവരുടെ പാർട്ടിസിപ്പേഷനൊക്കെ ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ചൈൽഡ് റൈറ്റ് എന്ന് പറയുക. അതായത് ഫുഡ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ അങ്ങനെ ആയിട്ടുള്ള ബേസിക് നീഡ്സ് എന്താണോ അതിനെയാണ് നമ്മൾ ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്. Okay, then rooted in principles of equality, non-discrimination and best interest of the child. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? ഇക്വാലിറ്റി, തുല്യത, അതേപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ തരംതിരിവൊന്നും കാണിക്കാതെ ഒരേപോലെ എല്ലാവരെയും കാണുക എന്നുള്ളൊരു കൺസെപ്റ്റ്. പിന്നെന്താണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ്, അതായത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ പ്രൊട്ടക്ഷനും ഒക്കെ ആവശ്യമായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഇക്വാലിറ്റി, അതേപോലെ എല്ലാവരും ഒരേപോലെ കാണുക, എല്ലാ കുട്ടികളും ഒന്നാണ്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. UNCRC is the primary international treaty on child right encompassing civil, political, economic, social and cultural right. Child right guides policies, laws and practices to safeguard children's well-being. അപ്പോ ഈ ചൈൽഡ് റൈറ്റിനെ നമ്മൾ ചൈൽഡ് റൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരേണ്ടത് എന്താണ്? UNCRC, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് എ ചൈൽഡ്. അപ്പൊ ഈ ഒരു കൺവെൻഷൻ ആണ് മെയിൻ ആയിട്ട് കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ലോസും അതേപോലെ തന്നെ റൂൾസും വരണം. അത് നമ്മൾ എന്താ പറയുക സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നതും അതിന്റെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഈ UNCRC ആണ്. മാത്രമല്ല എന്താ പറയാ നമ്മുടെ കുട്ടികളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ലൊരു ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ നല്ലൊരു പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ട് നിറയെ ലോസും അതേപോലെ തന്നെ റൂൾസും എല്ലാം ഉണ്ട്. ഇനിയിപ്പോ UNCRC മാത്രമാണോ നമുക്ക് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അല്ല. Governments, communities, families and individuals share responsibility in upholding and respecting child rights, ensuring children thrive in supportive environments. അപ്പൊ എന്താണ് UNCRCക്ക് മാത്രമല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, ഈ ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടി ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രൂപ്പ്സും, അതേപോലെ ഗവൺമെന്റ്, കമ്മ്യൂണിറ്റി, ഫാമിലി, സ്കൂൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന ഏതൊരു ഗ്രൂപ്പും ഇതിന് റെസ്പോൺസിബിൾ ആണ്. കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാവരും ഒരേപോലെ റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, മീനിങ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്താണ്? നമ്മുടെ ചൈൽഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു, ഇനി എന്താ മീനിങ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. The most basic needs of the children are referred to as right. എന്താ ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് ഷെൽട്ടർ, ഫുഡ്, വാട്ടർ, എഡ്യൂക്കേഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്. ചൈൽഡ് റൈറ്റ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ഹ്യൂമൻ റൈറ്റ്സ് that apply to all human beings below the age of 18. അപ്പൊ നമ്മുടെ ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. എല്ലാവർക്കും ബാധകമാണോ? അല്ല. എന്നാൽ എല്ലാവരും ദോസ് ഹു ആർ അണ്ടർ 18, 18 വയസ്സിന് താഴെയുള്ളവർക്ക് എല്ലാവർക്കും അബാധകമായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഹ്യൂമൻ റൈറ്റ് ആണ് ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്. The specialized rights found by them are right to survival, protection, participation and development. എന്താണ് SPPD എന്നാണ് നമ്മൾ പറയാ. എന്താ? സർവൈവല്, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ, ഡെവലപ്മെന്റ്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റൈറ്റുകളെയാണ് നമ്മൾ ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്. ഇത് ആരതൊക്കെ കൊണ്ടുവന്നേ? നമ്മുടെ UNCRC, അതായത് 1989 നടന്ന യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് എ ചൈൽഡ്. Child rights are minimum entitlements and freedoms that should be afforded to all persons below the age of 18, regardless of race, color, gender, language, religion, opinions, origin, wealth, birth status or ability, and therefore apply to all people everywhere. ഇത് നമ്മള് കളർ നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടാണോ ഇത് അപ്ലൈ ചെയ്യുന്നത്? അല്ല. 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ വരുന്ന ഒരു റൈറ്റ് ആണ് ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ കീ കമ്പോണൻസ് എന്തൊക്കെയാന്നാ പറയുന്നത്. ഇതിൽ ജസ്റ്റ് ഹെഡിങ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇൻഹെറിന്റഡ് ഡിഗ്നിറ്റി ആൻഡ് ഈക്വാലിറ്റി. ഇൻഹെറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് നമ്മൾ പറയില്ലേ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ പണ്ടത്തെ അങ്ങനെ കറന്നു പോകുന്ന പണ്ടത്തെ അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനത്തെ ആൾക്കാരാന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സോ അങ്ങനെയല്ല, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഡിഗ്നിറ്റി, അതേപോലെ തന്നെ ഇക്വാലിറ്റി, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ചൈൽഡ് റൈറ്റ്സ് നമുക്ക് എന്ത് തരുന്നുണ്ട്, റൈറ്റ്സ് തരുന്നുണ്ട്. അതേപോലെ തന്നെ സർവൈവലിനും ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ള നമ്മുടെ ചൈൽഡ് റൈറ്റ്സ് ഉണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, അതായത് അപകടങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അത് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പാർട്ടിസിപ്പേഷൻ, അതായത് ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ അങ്ങനെ ഒന്നും ഇവരെ ഒഴിവാക്കി നിർത്താതെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ സോഷ്യലി ആണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ എന്തൊരു ഇവന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, അതെല്ലാം കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ, അറിയാം ഓൾറെഡി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. കുട്ടിന്താ 14 വയസ്സിന് താഴെയുള്ളവർക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ്. ദെൻ ഐഡന്റിറ്റി ആൻഡ് ഫാമിലി, അതേപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ, തരംതിരിവൊന്നും കാണിക്കാതെ എല്ലാവരും ഒരേപോലെ ഒരേ ഇതിൽ നമ്മൾ കാണുക. ഓക്കെ, അപ്പൊ ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ ചൈൽഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ പറയുന്നത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും പോയിന്റുകളെ അല്ലെങ്കിൽ ഇത്രയും ഫീൽഡുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ സർവൈവൽ, അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഐഡന്റിറ്റി, സോ അതിനെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനും അതിനെയെല്ലാം ബേസ് ചെയ്തിട്ടുമാണ് നമ്മുടെ ചൈൽഡ് റൈറ്റ്സ് ഉള്ളത്. അപ്പൊ ചൈൽഡ് റൈറ്റ് എന്ന് പറഞ്ഞൊരു എസ്സേ ചോദിച്ചാൽ എന്താ എഴുതുക, ആരാണ് ചൈൽഡ് എന്ന് എഴുതുക, എന്താണ് റൈറ്റ് എന്ന് എഴുതുക, എന്താണ് ചൈൽഡ് റൈറ്റ് എന്ന് എഴുതുക, ഏതൊക്കെ കീ കമ്പോണൻസ് ഉണ്ട്, ഇതിനെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 മാർക്കിന്റെ എസ്സേ നമ്മുടെ കയ്യിൽ കിട്ടിട്ടോ. ഇപ്പൊ ഇതന്നെ 10 മാർക്കിന് ചോദിച്ചാലോ, കുറച്ചും കൂടി ഒന്ന് നീട്ടി വലിച്ചൊരു കഥ എഴുതിയാൽ മതി. നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ ഓരോ ഇത് നമ്മൾ ഈ പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ, ഇത് വല്ല പൂവും കായൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ അങ്ങോട്ട് വരച്ച് വെക്കുക. എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് എടുത്തിട്ട് സബ് ഹെഡിങ് ആയി താഴെ നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ ഇൻഹെറന്റ് ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി താഴെ എഴുതുക. ഓരോ കുട്ടിക്കും എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ജനിച്ചതിനനുസരിച്ചിട്ട് ഓരോ ഇൻഹിറന്റ് ഡിഗ്നിറ്റി ഉണ്ടായിരിക്കും. സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതിനെ എന്താ പറയുക ഡെവലപ്പ് ചെയ്യണം, അതിനെ റെസ്പെക്ട് ചെയ്യണം. ആ രീതിയിലേക്കാണ് കഥകൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. പിന്നെ സർവൈവൽ ഡെവലപ്മെന്റ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതേപോലെ ഓരോന്നും നമ്മൾ എടുത്ത് താഴെ എന്ത് ചെയ്യുക, ഒന്നതിനെ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. നമ്മുടെ എക്സാമിന് അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ ബൈ.